ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ആകെ മടി പിടിച്ചു കേട്ടോ, മഴയായിരുന്നു. എനിക്കങ്ങനെ ഇങ്ങനെയൊന്നും മടി തോന്നുന്നല്ല, എന്താണെന്നറിയത്തില്ല. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ കാപ്പി ഉണ്ടാക്കാനും എന്തൊക്കെയോ ചെറിയ ചെറിയ മടികൾ തോന്നി. രാവിലത്തെ കാപ്പിക്ക് വേണ്ടിയിട്ട് അരിയൊന്നും അരച്ച് വെച്ചിട്ടില്ലായിരുന്നു. പുട്ടും അപ്പവും ഉപ്പുമാവും ഒക്കെ പിള്ളേർ മടുത്തെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് എന്നാൽ ഒന്ന് വെറൈറ്റി ആയിട്ട് പഴയ ഒരു ഓർമ്മ പുതുക്കൽ കൂടി ആവട്ടെ എന്ന് വിചാരിച്ചു. ഒരു അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മൈദാമാവ് കുഴച്ചിട്ട്, അതിന് വേണ്ടിയിട്ട് ദാണ്ട് ഇവിടെ മൈദാമാവും ആവശ്യത്തിന് ഉപ്പും എടുത്തിട്ടുണ്ട്. അതിലേക്ക് ദാണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത്, പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് സ്ഥിരം വീട്ടിൽ കാണുന്ന ഒരു അടയായിരുന്നു കേട്ടോ. ഞങ്ങൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഞാൻ കഴിവതും മൈദാമാവ് ഉപയോഗിക്കാതെ നോക്കും. എന്താണെന്നറിയില്ല കേട്ടോ, പച്ചയായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടൊക്കെ ആയിരിക്കാം, എനിക്ക് അതിനോട് അത്ര വലിയ ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ അടയൊന്നും അധികം ഞാൻ ഉണ്ടാക്കാറില്ല. വളരെ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഇങ്ങനൊന്ന് ഒരട ഉണ്ടാക്കാം. കാരണം മടി പിടിച്ചതുകൊണ്ട് മാത്രം പെട്ടെന്ന് മോനെ ഇനി പള്ളിയിൽ വിടണം, അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് വേണം അവനെ പറഞ്ഞ് പള്ളിയിൽ വിടാനായിട്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ അട ഇവിടെ ഉണ്ടാക്കുന്നത് തന്നെ. ഇത്രയും ലൂസായിട്ട് മൈദാമാവ് ഒന്ന് കലക്കിയെടുക്കണം. ഈ ദോശക്കല്ലൊന്ന് അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് കേട്ടോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്, ഇച്ചിരി ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി അതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് തവിക്ക് വട്ടം കറക്കി എടുക്കും കേട്ടോ. നല്ലതുപോലെ ഒന്ന് വട്ടം കറക്കി വീശി എടുക്കേണ്ടതാണ്. അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ ഇച്ചിരി ദോശക്കല്ലിന് ചൂട് കൂടിപ്പോയത് കൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു കുത്തു വീണ് വരുന്നത് തന്നെ. എന്താണേലും ഒരുപാട് വീശി കഴിഞ്ഞ് കഴിഞ്ഞാൽ തവിയുടെ കൂടെ തിരിച്ച് വരുമെന്ന് തോന്നിയത് കൊണ്ട് തന്നെ ചെറിയതായിട്ടൊന്ന് വീശി കൊടുത്ത് നല്ല വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു വശം നല്ലതുപോലെ മൂത്തതിന് ശേഷം വേണം അടുത്ത വശത്തേക്ക് തിരിച്ചു വിടുവാനായിട്ട്. നല്ലതുപോലെ മൂത്ത് വന്നില്ലെങ്കിൽ തിരിച്ചും മറിച്ചും ഒന്നുകൂടിയിട്ടൊന്ന് നല്ലതുപോലെ മൂപ്പിച്ചെടുത്ത ശേഷം ഇവിടെ തേങ്ങയും ശർക്കരയും കൂടി മിക്സ് ചെയ്താണ്. അതിൻ്റെ കൂടെ ടേസ്റ്റിനായിട്ട് ജീരകവും ഏലക്കായും പൊടിച്ചത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടയുടെ എല്ലാ ഭാഗത്തും കിട്ടുവാനായിട്ട് കൈക്കൊന്ന് നിരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ചൂടൊന്നുമില്ല. എന്നിട്ട് ഇങ്ങനെ മടക്കി കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മതി. അട പെട്ടെന്ന് പൊളിഞ്ഞ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. എത്ര നേരം വേണമെങ്കിലും അങ്ങനെ യോജിച്ച് തന്നെ ഇരുന്നോളും. എന്താണെങ്കിലും ഇത്രയേ ഉള്ളൂ. ഇവിടെ അട റെഡിയാണ്. കൂടുതലും ഇത് 4 മണിക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴാണ് ഇത് കേട്ടോ ഉണ്ടാക്കുന്നത്. നല്ല ചൂടോടുകൂടി കട്ടൻ ചായയുടെ ഒപ്പം അടിപൊളിയാണ്. അതുകൊണ്ട് ഇപ്പം ഞാൻ മടി പിടിച്ചുകൊണ്ട് മാത്രമാണ് കേട്ടോ ഈ സമയത്ത് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റിയും വളരെ സിമ്പിളും ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണെന്ന് തന്നെ പറയാം. അടിപൊളി ഒരു മൈദാമാവിൻ്റെ അടയാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടും. നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ ആ ടേസ്റ്റ് കിട്ടത്തില്ല. അങ്ങനെ ഞാൻ രാവിലെ അടയും കട്ടൻ ചായയൊക്കെ ഇട്ട് കൊടുത്ത് മക്കളെയും കാക്കുനെയൊക്കെ പറ്റിച്ച് മോനെ പള്ളിയിൽ വിട്ടു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, രാവിലെ തന്നെ നല്ല മഴയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് മഴയാണ്. അപ്പം മഴ ചെറുതായിട്ടൊന്ന് തോർന്നപ്പോഴത്തേക്കും ഞാൻ ആ പച്ചക്കറിയുടെ അടുത്ത് വന്നതാണ്. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ അരി പാകി കൊടുത്ത തക്കാളിയും മുളകും ഒക്കെയാണ്. മഴ ആയതുകൊണ്ട് ഇനി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നല്ല മഴ പെയ്യുമ്പോൾ മണ്ണ് തെറിച്ച് അതൊക്കെ ഇല്ലാതായി പോകും. അതുകൊണ്ട് ഞാനിത് സൺഷെയ്ഡിലേക്ക് മാറ്റും. അതിനാണ് ഞാൻ ഗ്രോ ബാഗ് പാകി കൊടുത്തത്. ഇങ്ങനെ ഈ സൈഡിലേക്ക് മാറ്റി കൊടുത്താൽ മതി. കുറച്ച് കാടുണ്ട് ഇവിടെ, അത് ഏറ്റവും പൊടിക്കാടായതുകൊണ്ട് കാലവർഷം വന്ന് പെയ്തു തുടങ്ങിയെന്ന് തോന്നുന്നു. എന്താണേലും സൺഷെയ്ഡിലേക്ക് മാറ്റി കൊടുത്തില്ലെങ്കിൽ പച്ചക്കറി തൈ മുഴുവനും ഇല്ലാതായി പോകും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വെച്ചാൽ മതി, അതവിടെ ഇരുന്നോളും. ഇനി കുറച്ച് 2 പയറൊക്കെ വിളഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ. അത് പറിച്ചില്ലേ മൂത്ത് പോവും. ഈ പയർ പറിച്ചുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. പയർ മാത്രമല്ല, കുറച്ച് കോവയ്ക്കൊക്കെ ഉണ്ട്. 3-4 എണ്ണ കിട്ടുകയുള്ളെങ്കിൽ അതൊക്കെ പറിച്ചെടുക്കുകയാണ്. അന്ന് പറിച്ചുകൊണ്ട് പോയി ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ ഇരുന്നോളും. ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ പറിച്ചിട്ട് ഒരു മെഴുക്കുവരട്ടിക്കുള്ളത് കിട്ടും. അങ്ങനെ ഞാനിവിടെ പയറൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി 2 സ്ഥലങ്ങളിലായിട്ട് കോവയ്ക്ക ഒരു 5-6 വെച്ച് നിൽപ്പുണ്ട്. നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയല്ലേ. ഇത് നമ്മുടെ അടുപ്പിനോട് ചേർന്ന് നിൽക്കുന്ന കോവലിൻ്റെയാണ്. ഇനി അപ്പുറ സൈഡിലും കൂടെ ഉണ്ട്. എന്താണേലും അതും കൂടെ പറിച്ചെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കാം, അല്ലെങ്കിൽ അതും പഴുത്തു പോവും. ഇനി ഇപ്പുറ സൈഡിലെ കോവലിലും ഉണ്ട് 2-3 കായ. അതുകൂടെ പറിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. ഈ കോവലിൽ അപ്പുറ സൈഡ് ഞാൻ വെട്ടിക്കളഞ്ഞിരുന്ന ഒരു വെള്ള പൂപ്പൽ പോലെ വന്നിട്ട് അത് ഇപ്പുറ സൈഡിലേക്കും ബാധിച്ച് തുടങ്ങിയോ എന്നൊരു സംശയമുണ്ട്. ചെറുതായിട്ട് ഞാൻ കണ്ടു, എങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അങ്ങനെയാണേ വെട്ടിക്കളയണമെന്ന് ഓർത്തിരിക്കുകയാണ്. നല്ലതുപോലെ കിടപ്പുണ്ട് കേട്ടോ, അതാണ് വെട്ടിക്കളയാനൊരു സങ്കടവും. ഇനി പൂപ്പലാണെങ്കിൽ വെട്ടിക്കളഞ്ഞല്ലേ പറ്റുള്ളൂ.
എന്തോ ഒരു രോഗമാണെന്ന് തോന്നുന്നു കേട്ടോ, ഒരുമാതിരി പൂപ്പല് പോലെ. ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ കാണിച്ചിരുന്നു. ഈ പ്രാവശ്യം ഏലത്തിന് മരുന്നടിച്ചപ്പോഴും അടിച്ചു കൊടുത്താണ്, പക്ഷെ മാറിയിട്ടില്ല. ഇതാ നമുക്ക് ഇത്രത്തോളം കോവയ്ക്കായും പയറും കിട്ടി കേട്ടോ. അങ്ങനെ പച്ചക്കറിയുടെ വെള്ളമൊക്കെ എടുത്ത് അകത്തേക്ക് കയറിപ്പോയി. ഇതാണ്ട് ഉമ്മ വന്നിട്ടുണ്ട്. ഇത് കാക്കുവിൻ്റെ ഉമ്മയാണ്, മക്കളെ കാണാനായിട്ട് വന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ നല്ല മഴയാണെന്ന്. മഴ ആയതുകൊണ്ട് വഴിയെല്ലാം നല്ല തെന്നലാണ്. അതുകൊണ്ട് തന്നെ താഴെ വന്നിട്ട് കാക്കുവിനെയും മക്കളെയും വിളിച്ച് വരുത്തി. അവർ ഉമ്മ വന്നത് കേട്ടപ്പോൾ തന്നെ ഇറങ്ങിപ്പോയി. എല്ലാവരും കൂടെ ഒരുമിച്ച് കയറി വരുന്ന ഭാഗമാണ് കേട്ടോ കണ്ടത്. അങ്ങനെ ഉമ്മയെ കണ്ട സന്തോഷത്തിലാണ് കേട്ടോ ഫത്താഹും കുക്കുമൊക്കെ. ഇന്നലെ നമ്മൾ ഒരു കേക്ക് ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഉമ്മ വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഉമ്മാക്ക് അതിലൊരു പീസ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുടനെ തന്നെ ഫത്താഹ് വന്ന് എടുത്തു കൊടുത്തു കേട്ടോ. നമ്മൾ മറന്നു പോയതിന് ഫത്താഹ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കും. ഉമ്മ അതേ മക്കൾക്കൊക്കെ കൊണ്ടുവന്ന സാധനങ്ങൾ അവരഴിച്ച് നോക്കുവാണ് കേട്ടോ. അതാണ്ട് പാൻറ്റോ ടീഷർട്ടോ ഷാള് അങ്ങനെയുള്ള എന്തൊക്കെയോ മോൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഫത്താഹിനുണ്ട് കേട്ടോ ബനിയനും നിക്കറും ഒക്കെ. അതാണ്ട് ഫത്താഹ് ഇട്ടേക്കുന്ന ഈ ബനിയനും നിക്കറും ഒക്കെ ഉമ്മ ഇപ്പോൾ കൊണ്ടുവന്നേക്കുന്നതാണ്. അതാണ്ട് കാക്കുവിന് ബെൽറ്റ്, ഫത്താഹിന് ബെൽറ്റും കൊണ്ടുവന്നിട്ടുണ്ട്. ഫത്താഹ് കാക്കുവിന് അത് കൊണ്ടു കൊടുക്കുക കേട്ടോ. വാപ്പിയുടെ ബെൽറ്റാന്നും പറഞ്ഞ് ആ ബെൽറ്റിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് നോക്കുവാണ്. രാവിലെ എഴുന്നേറ്റ് കാപ്പിക്ക് മടി കാണിച്ചെങ്കിലും ഉമ്മ വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് ചോറും കറികളും എല്ലാം ഞാൻ റെഡിയാക്കിയിരുന്നു കേട്ടോ. ഇന്നലെ രാത്രിയിൽ കാക്കുവിനെ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു നാളെ ഞാൻ വരുന്നുണ്ട് പിള്ളേരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇനി നല്ല അടമഴ പിടിച്ചു കഴിഞ്ഞാൽ ഉമ്മക്ക് കയറി വരാൻ പറ്റുന്നൊരു കയറ്റമൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ ചെറിയ മഴയല്ലേ ഇപ്പോൾ ഉള്ളൂ. അതുകൊണ്ട് വന്ന് പിള്ളേരെ കണ്ടിട്ട് പോകണം. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നങ്ങ് ഭക്ഷണം കഴിച്ചു. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം കൊണ്ട് ഇരുന്ന് കഴിഞ്ഞ് ഉമ്മ പോകാൻ ഇറങ്ങി കേട്ടോ. ഉമ്മ പോകാൻ ഇറങ്ങിയപ്പോൾ ദാണ്ട തസ്നി അബിയൊക്കെ ഇങ്ങോട്ട് വരുമായിരുന്നു. അവരെ ഉമ്മ വഴിയിൽ വെച്ചാണ് കണ്ടത്. അവരോട് സംസാരിച്ച് കഴിഞ്ഞ് അങ്ങ് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ തസ്നിയൊക്കെ ആകുന്ന പറഞ്ഞു കേട്ടോ, ഇന്ന് പോകണ്ട പിന്നെ പോകാം, അല്ല കുറച്ച് കഴിഞ്ഞ് പോകാമെന്നൊക്കെ. എന്ത് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടില്ല. മഴ അങ്ങോട്ട് ശക്തമായിട്ട് പിടിക്കുന്നതിന് മുമ്പ് തിരിച്ച് ഈ ഇറങ്ങി പോകണമെന്നും പറഞ്ഞ് നിർബന്ധം പിടിച്ച് ഉമ്മ അങ്ങ് പോയി. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നമുക്ക് നാളെ കയറി താമസം നടക്കാനുള്ള വീടാണിത്. ഇന്ന് ഞായറാഴ്ച, നാളെ തിങ്കളാഴ്ചയാണ് കയറി താമസം. അപ്പോൾ അവർ വേണ്ട അവിടെ പന്തലൊക്കെ ഇട്ട് റെഡിയാക്കുകയാണ് കേട്ടോ. അതുവഴിയാണ് നമ്മൾ ഇറങ്ങുന്നത്. വേണ്ട അബി പിള്ളേരെക്കാളും കഷ്ടമാണ് കേട്ടോ അബിയുടെ സ്വഭാവം. വീട്ടിൽ വന്ന് പിള്ളേരുടെ കുടുക്കയായിട്ട് എടുത്ത് അതിൽ താക്കോലിട്ട് അതിലെ പൈസയൊക്കെ പിള്ളേരോട് വഴക്കുണ്ടാക്കാൻ വേണ്ടി പെറുക്കി എടുക്കുന്നതാണ്. കുക്കുവിൻ്റെ കുടുക്കയാണ് കേട്ടോ ഇത് കൂടുതലും കുക്കുമായിട്ടാണ് വഴക്കുണ്ടാക്കുന്നതും പുള്ളിക്ക് ഇഷ്ടവും. താക്കോലിട്ട് കുത്തി കിള്ളി പൈസ എടുക്കുന്നുണ്ട് കേട്ടോ. ഡയറുമ്പോൾ ഇരുന്ന് ഇട്ടുന്നത് അബി വലിച്ചു കൊടുക്കാനെടുത്ത ആ പൈസകളാണ്. ഇത്ര ജാഗ്രതയോടെ ഇരുന്ന് ആ പൈസ വലിച്ചെടുക്കുന്നതെന്ന് നോക്കിയേ. ഇതെല്ലാം കഴിഞ്ഞ് ഐറുമോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഐറുമോൾ എന്നോട് വന്നപ്പോൾ തൊട്ടൊരു കേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ, വന്നപ്പോൾ തൊട്ടല്ല പറയുവാണെങ്കിൽ അവൾ അവിടെ ആയിരുന്നപ്പോൾ തൊട്ട് ബാംഗ്ലൂർ വെച്ചിട്ടേ പറയുമായിരുന്നു അവൾക്കൊരു കേക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്ന്. സാധാ കേക്കൊന്നുമല്ല, കൊക്കോമിലൻ്റെ കേക്കാണ് അവൾക്ക്. എനിക്ക് അത്യാവശ്യം കേക്ക് ഓർഡർ ഉള്ളത് കൊണ്ടും പിന്നെ കുറച്ച് ഹെൽത്തിൻ്റെ പണിയൊക്കെ ഉള്ളത് കൊണ്ടും കൊക്കോമിലൻ്റെ ഷേപ്പിലൊരു കേക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ ഐറുമോളെ പറ്റിക്കാനായിട്ട് കൊക്കോമിലൻ്റെ സ്റ്റിക്കർ വാങ്ങിച്ച് കുത്തി കൊടുത്തു. കറണ്ട് വരും പോകും, അതാണ് കേട്ടോ മങ്ങിയ വെളിച്ചമൊക്കെ കാണുന്നത്. ആരൊക്കെയാ പൊന്നെ അത് ആ കുത്തിയേക്കുന്ന ആരാ? എൻ്റെ ഇത് കണ്ടോ നിങ്ങൾ? baby and mother, daddy and Bingo and Bobo and brother and sister and Kokomia and the. ഇഷ്ടപ്പെട്ടോ? മതിയോ ഇങ്ങനെ? ഓക്കെ. കൊക്കോമിലൻ്റെ ഷേപ്പിലാണ് ഐറുമോള് കേക്ക് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. പക്ഷെ സമയമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്തത്. എന്താണെങ്കിലും ആ സ്റ്റിക്കറൊക്കെ കണ്ട അവൾ ഹാപ്പി ആയിരുന്നു, അവൾക്ക് കുഴപ്പമില്ലായിരുന്നു, അത് മതിയായിരുന്നു. കേക്ക് കട്ട് ചെയ്ത് കഴിക്കാനായിട്ട് ഐറുമോൾ നിന്നില്ല കേട്ടോ. സൈറാമോളെ ഇഷാൻ്റെയും കൂടെ വീട്ടിൽ ചെന്നിട്ട് കട്ട് ചെയ്യാമെന്നും പറഞ്ഞ് കേക്കുമായിട്ടാണ് ഐറുമോൾ പോയത്. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ കാക്കു പണിത വീടൊക്കെ ഞാൻ കാണിച്ചു തന്നില്ലേ. നാളെ കഴിഞ്ഞ് അതായത് തിങ്കളാഴ്ച ഇവിടെ കയറി താമസമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വൈകിട്ട് ഇങ്ങോട്ടേക്ക് കയറിപ്പോയിരുന്നു കേട്ടോ. നമ്മുടെ തൊട്ട് മിറ്റമെന്ന് പറയാം, അതുപോലെയാണ് വീട്. അപ്പം നാളത്തെ പരിപാടിക്ക് വേണ്ടി അവരെ സഹായിക്കാനും അവരുടെ പ്രോഗ്രാമിലൊക്കെ പങ്കുകൂടാനും ഞാനും മക്കളും കാക്കും ഒക്കെ ഒന്ന് കയറി വന്നതാണ്. അപ്പോൾ അതാണ് വീടൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ച് പോകാമെന്ന് കരുതി. ഫസ്റ്റ് നമ്മൾ കയറി വന്നൊരു ഹാള്, ഇതൊരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ തൊട്ടപ്പുറം അടുത്ത ബെഡ്റൂം. എൻ്റെ ബെഡ്റൂമും ഒരു ഹാളും ഒരു കിച്ചണും അറ്റാച്ച്ഡ് ബാത്റൂമും ചേർന്ന് അത്യാവശ്യം വേണ്ട ഒരു വീടാണ് കേട്ടോ ഇത്. ഇതാണ് അടുത്ത ബെഡ്റൂം. അടിപൊളിയായിട്ടാണ് കേട്ടോ ഇതിൻ്റെ
വർക്കും ഐഡിയകളൊക്കെ അടിപൊളി ഐഡിയകളൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നുണ്ടോ. ഡ്രസ്സ് വെക്കാനും പിള്ളേരുടെ പുസ്തകങ്ങളൊക്കെ വെക്കാനായിട്ട് ഷെൽഫും അങ്ങനെയെല്ലാം അടിച്ചാണത് സെറ്റ് ചെയ്തിരിക്കുന്ന റൂം. അവിടെ നിന്ന് നേരെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാത്റൂമാണ് കേട്ടോ. സൈഡിൽ എയറിൻ്റെയൊക്കെ അടിയിലായിട്ടാണ് ബാത്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി മുകളിലേക്ക് പണിയാനുള്ളതാണ്. ഇപ്പോൾ തൽക്കാലം താഴ്വശം മാത്രം പണിത് നിർത്തിയതേ ഉള്ളൂ. ഇതാണ് അടിപൊളി ഒരു ബാത്റൂം. ഇനി ബാത്റൂമിൽ നിന്ന് നേരെ ഇറങ്ങി വന്നു കഴിഞ്ഞാലേക്ക് അടുത്തത് അടുക്കളയിലേക്കാണ് കേട്ടോ പോകുന്നത്. അടുക്കള കാണിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ, അതും അടിപൊളി ഐഡിയകളൊക്കെ ആയിട്ടാണ് അടുക്കളയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, നല്ല ഷെൽഫുകളും എന്താണ് ഗ്യാസ് അടുപ്പ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നാളെ രാവിലെ പാല് കാച്ചാൻ വേണ്ടിയിട്ട് വെളുപ്പിനെ സുബഹി കഴിഞ്ഞാണ് പാല് കാച്ചാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അത്യാവശ്യം ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയേ ഉള്ളൂ. കയറി താമസത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതിൽ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ.